ഇന്നലെ രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം ശശി തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഈ ലേഖനത്തിൽ കേരളത്തിലെ ഈ വ്യവസായ മേഖലയ്ക്കുണ്ടായ പുരോഗതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പിന്നീട് നരേന്ദ്രമോദി ട്രംപ് ചർച്ചയെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പരാമർശങ്ങളായിരുന്നു. പിന്നീട് ശശി തരൂരിനെ തള്ളി കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പല രീതിയിൽ പരിഹാസ രൂപേണ പോലും നേതാക്കൾ പ്രതികരണങ്ങളൊക്കെ മാധ്യമങ്ങളോട് നടത്തി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയതായി ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ ഒരു വിശദീകരണം, ശശി തരൂരിന്റെ വിശദീകരണ FB പോസ്റ്റ് വന്നിട്ടുണ്ട്. CPIM നേതൃത്വം നൽകുന്ന സർക്കാർ സമീപനത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് കേരളത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ലേഖനം. നിലവിലെ വ്യവസായ മന്ത്രി പറയുകയും അവതരിപ്പിക്കുകയും ചെയ്ത കണക്കുകളായിരുന്നു ലേഖനത്തിന്റെ പ്രധാന പ്രതിപാദ്യമെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാൻസ് ജോൺ ഉണ്ട്. ഹാൻസ്, ഇന്നലെ വലിയ തരത്തിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തതാണ് ശശി തരൂരിന്റെ ലേഖനം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനാവട്ടെ, MM ഹസൻ ആകട്ടെ, സുധാകരനാകട്ടെ, അതിന് പിന്നാലെ K മുരളീധരനാകട്ടെ, എല്ലാവരും ഈ ഒരു പടി കടന്ന പരിഹാസ രൂപേണെ പോലും ശശി തരൂരിനെതിരെ വാക്കുകളുമായി രംഗത്ത് വന്നിരുന്നു. CPMന്റെ പാളയത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ശശി തരൂരിനെ പിന്തുണച്ച് ശശി തരൂരിന്റെ അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ശശി തരൂർ. താൻ പറഞ്ഞ് നല്ലത് കണ്ടാൽ നല്ലത് തന്നെ പറയണം, ആ രീതിയിലുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ശശി തരൂർ. ഇപ്പോഴത്തെ ഇപ്പോൾ പുതിയ ലേഖനം വരുമ്പോൾ ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു നിലപാട് മാറ്റമുണ്ടോ? സേതുലക്ഷ്മി, ഇന്ന് അല്ലെങ്കിൽ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ശശി തരൂർ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് പ്രകാരം ഇത് തന്നെ ലേഖനത്തെ തള്ളാതെയും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെയും വിപദ നീക്കങ്ങളെയും ചെറുതായിട്ടെങ്കിലും മയപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ളൊരു വിശദീകരണം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം ഈ കുറിപ്പിൽ ഇത് പ്രധാനമായി അദ്ദേഹം പറയുന്നത് തൻ്റെ കുറിപ്പിൽ താൻ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിലുണ്ടായ വ്യവസായ നേട്ടങ്ങളെപ്പറ്റി പ്രതിപാദിച്ചില്ല എന്ന തരത്തിൽ വളരെയധികം വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് താൻ ഇപ്പോൾ ഒരു കുറിപ്പുമായി എത്തിയിരിക്കുന്നത് എന്നാണ് ശശി തരൂർ പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്ന സമയത്ത് വളരെ കാതലായ നേട്ടം വ്യവസായ വകുപ്പിൽ നേടാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു എന്ന് ശശി തരൂർ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായൊരു ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് AK ആന്റണി സർക്കാരിൻ്റെ കാലത്തായിരുന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ തൻ്റെ ലേഖനത്തെ സാധൂകരിക്കുന്ന രീതിയിൽ CPMനെ തള്ളിപ്പറയുന്ന ഒരു ചെറിയൊരു കുറിപ്പും ഇതിൻ്റെ അകത്ത് കൂടെ ചേർക്കുന്നുണ്ട്. CPMന്റെ ഇതുവരെയുള്ള പൊതുനയം വ്യവസായ നിക്ഷേപത്തിന് അനുകൂലമല്ലായിരുന്നു എന്നാണ് ശശി തരൂർ പറയുന്നത്. ആയതിനാൽ തന്നെ വ്യവസായ മന്ത്രി P രാജീവിൻ്റെ പുതിയ കണക്കുകൾ ബേസ് ചെയ്തിട്ടായിരുന്നു തൻ്റെ ലേഖനത്തിൻ്റെ പ്രധാന പ്രതിപാദ്യം എന്നും പറയുന്നുണ്ട്. സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ശശി തരൂരിൻ്റെ ഒരു ലേഖനം പത്രത്തിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം അഭിനന്ദന പ്രവാഹവും അതിനോടൊപ്പം തന്നെ വിമർശനങ്ങളും ശശി തരൂർ നേരിട്ടിരുന്നു. ഒരു AICC പ്രവർത്തക സമിതി അംഗവും അതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു ശശി തരൂർ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെയും അതിനോടൊപ്പം തന്നെ CPMനെയും വളരെയധികം പുകഴ്ത്തുന്ന രീതിയിൽ ഒരു പത്രലേഖനം വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തള്ളുകയുണ്ടായി. നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശനാവട്ടെ, രമേശ് ചെന്നിത്തലയുടെ എല്ലാവരും ശശി തന്നെ തള്ളുന്ന. ശരി ഹാൻസ, നിലവിലെ വിവാദങ്ങളെ കുറച്ചെങ്കിലും മയപ്പെടുത്തുകയാണ് ശശി തരൂർ പുതിയ ലേഖനത്തിലൂടെ. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ.